ഒരു സ്പൂൺ വെളിച്ചെണ്ണ കൊണ്ടാണ് എല്ലാം ചെയ്തത് കേട്ടോ. എല്ലാവർക്കും സംസാരം ടിവിയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. പാചകത്തിൻ്റെ രുചി അറിയാൻ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് വരാപ്പുഴയിലെ ഗ്രേസ് ചേച്ചിയുടെ അടുത്ത് തന്നെയാണ്. ഇന്നും നമുക്ക് എന്തോ സ്പെഷ്യലായിട്ടൊക്കെ ചിക്കൻ കൊണ്ട് ഉണ്ടാക്കി തരാമെന്നാണ് ചേച്ചി നമുക്ക് പറഞ്ഞിരിക്കുന്നത്. അപ്പോഴെന്താണെന്ന് നമുക്ക് ചേച്ചിയോട് തന്നെ ചോദിച്ചു നോക്കാം. അപ്പോൾ ഇന്ന് എന്താണ് ഗ്രേസ് ചേച്ചി സ്പെഷ്യൽ? പെപ്പർ ചിക്കനാണ് ഉണ്ടാക്കാൻ പെപ്പർ ചിക്കൻ. ഓക്കെ, അതൊരു സ്പെഷ്യൽ വിഭവമാണ്. അപ്പം ചേച്ചിയുടെ സ്പെഷ്യലായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഇതിനകത്ത് ഉണ്ടാവുമോ? ഉവ്വ്. മസാല അങ്ങനെയുള്ളതെല്ലാം ഞാൻ പൊടിക്കണതാണ്. ഹോം മെയ്ഡ് തന്നെ എല്ലാം. പാർസൽ വാങ്ങണത് ഒന്നും ഇടാറില്ല. ഇല്ല. അപ്പോൾ നമുക്കൊന്ന് തുടങ്ങിയാലോ പെട്ടെന്ന് തന്നെ. അടുപ്പ് കത്തിച്ച് ചട്ടി വെച്ചു. വെളിച്ചെണ്ണ തന്നെയാണ് എല്ലാത്തിനകത്തും. മീനും ഇറച്ചിക്കും എല്ലാത്തിനും ഞാൻ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. ചിക്കന് എണ്ണയുള്ളത് കൊണ്ട് അധികം വേണ്ട. നമ്മൾ എത്ര കിലോ ചിക്കനാണ് ഇപ്പം? 1 കിലോ ചിക്കൻ. 1 കിലോ ചിക്കൻ ഇത്രയും എണ്ണ മതി. എണ്ണ ചൂടായി. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കുറച്ച് മല്ലിയില ഇടും. അതിനുശേഷം കുറച്ച് കറിവേപ്പില. എന്തൊക്കെയാണ് നമുക്ക് വേണ്ടുന്ന മസാലത്? ഇതിൽ കറിവേപ്പില, മല്ലിയില, കുരുമുളക് പൊടി, ഞാൻ പൊടിച്ച മസാലയാണിത്. ഈ മസാല എന്ന് പറഞ്ഞാൽ ഗരം മസാല എന്ന് പറയാം. പിന്നെ പച്ചമുളക്, ഇഞ്ചി, സവോള, ഇത്രയും സാധനങ്ങളാണ് ഇടേണ്ടത്. ഇത് വരുമ്പോൾ നല്ല മണമായിരിക്കും. ഈ മണം അടിക്കുന്നുണ്ട് നന്നായിട്ട്. ചിക്കനും ആ കറിയുടെ നല്ല മണം ഉണ്ടാവും. അതിനാണ് ആദ്യം മല്ലിയില ഇടുന്നത്. സവോള ചെറിയ കനം കുറഞ്ഞ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ അരിഞ്ഞിടണം. സാധാരണ എല്ലാവരും അരിഞ്ഞു വെച്ചിട്ടാണ് കറി ഉണ്ടാക്കാനായിട്ട് റെഡി ആവണം. ചേച്ചി അപ്പം തന്നെ സ്പോട്ടിട്ടാണല്ലോ? എന്താ ലൈവായിട്ടാണ് അത്. ഞങ്ങള് പല ക്ലാസ്സുകളും കുക്കിങ്ങിൻ്റെ കൂടാൻ പോയിട്ടുണ്ട്. അപ്പോൾ കളമശ്ശേരിയിലൊരു ക്ലാസ്സിൽ സവാളയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ ഈ വിഷാംശം നമുക്ക് വരുന്നത് സവാളയിൽ നിന്നാണെന്നാണ് പറയുന്നത്. അത് ഒരു സാറ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത്, ഞാനൊരു സാറിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തതാണ്. അപ്പോൾ സവാള എത്ര വേഗം നമ്മ തൊണ്ട് കഴിഞ്ഞ് വെട്ടിട്ട് അപ്പം തന്നെ ഇടുകയാണെങ്കിൽ അത്ര നല്ലത്. കാരണം സവാള ഒരിക്കലും തൊണ്ടൊളഞ്ഞ് അരിഞ്ഞ് വെച്ചേച്ച് കഴിക്കരുതെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞ. അത് തുടങ്ങി ഞാൻ അങ്ങനെ ചെയ്യാൻ തുടങ്ങി. അല്ലെങ്കിൽ ഞാൻ സവാള അരിഞ്ഞ് വെച്ചിട്ടാണ് കറികളൊക്കെ ചെയ്തിരുന്നത്. അപ്പം ചേച്ചിയുടെ ഈ ഒരു ടിപ്പ് എല്ലാവരും ഓർത്ത് വെക്കുക. നമ്മളെല്ലാവരും കുക്ക് ചെയ്യണതാണ്. ഇപ്പോൾ സവാളയുടെ ദോഷമാണ് ചേച്ചി പറഞ്ഞു തന്നത് നമുക്ക്. സവാള ഉള്ളിക്ക് അത്രയും പ്രശ്നമില്ല. സവാള പല രാജ്യങ്ങളിൽ നിന്നാണ് നമുക്ക് വരുന്നതെന്ന്. അപ്പോൾ പെട്ടെന്നാകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ 6 മാസം അല്ലെങ്കിൽ 2 മാസം അങ്ങനെ വേഗമാകാൻ പറ്റി പല മരുന്നുകളും സവാളയിൽ അടിച്ചിട്ടുണ്ടെന്ന്. അതുകൊണ്ട് നമുക്ക് വേറെ രോഗങ്ങളൊന്നും വരാതിരിക്കാൻ നമ്മ എല്ലാം ഫ്രഷായി തന്നെ പിഞ്ചാണെങ്കിലും നന്നാക്കി വെച്ചിട്ട് ചതച്ച് അപ്പം തന്നെ കറിയിലേക്ക്. ഇത് അധികം എണ്ണയൊന്നും ഇല്ലാത്ത പെപ്പർ ചിക്കനാണ്. എണ്ണ വേണ്ട. നോൺ സ്റ്റിക്കിലാവുമ്പോൾ പെട്ടെന്ന് വാടിക്കോളും. ഒരുവിധം നല്ല സ്മെല്ല് അടിക്കുന്നുണ്ട്. ഇനി ഇഞ്ചി ചതക്കണേണ്. ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത് രണ്ടും ചതച്ച് അപ്പം തന്നെ അങ്ങോട്ട് ഇടുക. ഇഞ്ചി ചതച്ചതിട്ട് ഈ വെളുത്തുള്ളി ആവശ്യത്തിന്, വെളുത്തുള്ളി ചതച്ചത് അതും പെട്ടെന്ന് ഇടാം. ചതച്ചുടനെ അങ്ങോട്ട് ഇടാം. വേണമെങ്കിൽ ഒരു ശകലം വെള്ളം ഒഴിക്കാം. എണ്ണ ഒഴിക്കണ്ട, വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ അതൊന്ന് നന്നായിട്ട് വെന്ത് വഴരും. നല്ല മണം പിടിക്കുന്നുണ്ട്. മണമില്ലേ? ഇത് നമ്മ ഒന്ന് വിധം വാഴുന്ന സമയത്ത് നമുക്ക് തക്കാളി അരിയാം. 1 കിലോ ചിക്കനിൽ 3-5 തക്കാളി വേണമെങ്കിൽ ഇടാം. കുറച്ചധികം ഗ്രേവി ഉണ്ടാവും. കറി നല്ല ടേസ്റ്റും ആവും തക്കാളി ഇടുന്നത്.
തക്കാളി ഇടണേ സവാള വഴറ്റിയല്ലോട്ട്. ഇതിപ്പോൾ പ്രത്യേകത എന്ന് പറയണത് ഈ ചിക്കനിൽ അധികം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടില്ല. ചിക്കൻ ഇട്ട് കഴിഞ്ഞ് കുറച്ച് ശകലം വെള്ളവും കൂടി ഒഴിച്ചിട്ടാണ് ഇത് വേവിക്കണത്. ഇപ്പോൾ ഷുഗർ, കൊളസ്ട്രോൾ അങ്ങനെ അസുഖങ്ങളൊക്കെ ഉള്ളവർക്ക് ഈ ചിക്കൻ കഴിച്ചാൽ യാതൊരു അസുഖം വരില്ല. പെപ്പർ ചിക്കൻ്റെ സവാളയും മറ്റുള്ള വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇട്ടിട്ടില്ല അല്ലേ, എല്ലാം വഴറ്റിക്കഴിഞ്ഞു. നമ്മൾ മസാലകളാണ് ഇടാൻ പോണത്. മസാലകൾ ഇടുമ്പോൾ ഇവിടെ കുറച്ച് വെളിച്ചെണ്ണയ്ക്ക് പകരം കുറച്ച് വെള്ളം ഒഴിക്കും. എന്നിട്ട് 1 കിലോ ചിക്കനിൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടണം. പിന്നെ നമ്മളിവിടെ പൊടിച്ച് വെച്ചിരിക്കുന്ന കുരുമുളക് പൊടി. എത്ര കുരുമുളക് പൊടി വേണം? കുരുമുളക് ഒരു 10-20 ഗ്രാമൊക്കെ ഇടാം. എരിവെള്ള നമ്മൾ വീട്ടിൽ പൊടിക്കുന്ന കുരുമുളക് പൊടിയാണിത്. കടയിൽ നിന്ന് പാർസൽ വാങ്ങണല്ല, നല്ല എരിവായിരിക്കും. പിന്നെ ഗരം മസാല പൊടിച്ചത് കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ ഇടാം. എരിവ് കൂടാതെ ഇരിക്കാനും കൂടണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഇത് എരിവ് കണ്ടമാനം എരിവ് ഇട്ടിട്ടില്ല ഞാൻ. വേണമെങ്കിൽ ഇട്ടാൽ മതി. ഇനി ശകലം മല്ലിപ്പൊടി ഇടണം. പൊടിച്ചു വെക്കണ മല്ലിപ്പൊടിയാണ് ഇതൊക്കെ. നമ്മൾ സ്വന്തമായിട്ട് പൊടിക്കണേനല്ല. ഇതൊക്കെ കൂടി ഇങ്ങനെ വഴറ്റിയിട്ട് ആ കുരുമുളകിനൊക്കെ നല്ല മണം അടിക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒഴിക്കും. എല്ലാം വെന്ത് കഴിഞ്ഞിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കും. ഇത് ഇപ്പോൾ നമ്മൾ വഴറ്റി വെച്ച സവാളയും വെളുത്തുള്ളി എല്ലാം കൂടി റെഡി ആയിട്ടുണ്ട്. 1 കിലോ ചിക്കനാണ്. ഈ ചിക്കനിൽ ശകലം കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ശകലം മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഗരം മസാല, ചെറുനാരങ്ങ, പകുതി ചെറുനാരങ്ങ, ഒരു ചെറുനാരങ്ങയുടെ പകുതി പിഴിഞ്ഞൊഴിച്ച് ഉപ്പും ചേർത്ത് കുഴച്ച് വെച്ചതാണ്. ഇപ്പോൾ ഒരു 1.5 മണിക്കൂറിന് മുമ്പ് കുഴച്ച് വെച്ചതാണ്. കുഴച്ച് വെച്ച് ഇതിന്മെല്ലാം പിടിച്ചിട്ട് വേണം ഇതിലോട്ടിടാൻ. ഇനി ഇതിലോട്ടിടുകയാണ്. ഇതെന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇളക്കി എന്ന് പറഞ്ഞാൽ ചിക്കനെല്ലാം പിടിക്കണ വിധത്തിൽ ഇളക്കണം. എല്ലാത്തുമ്മേ ആയില്ലേ. എന്നിട്ട് ചില്ലി സോസ് ഒഴിക്കാം. 1 സ്പൂണോ നമുക്ക് എരിവെന്തോരം വേണം എന്നുള്ള ഇതിൽ ഒഴിക്കാം. ഞാനൊരു 1 സ്പൂണേ ഒഴിക്കാറുള്ളൂ ചില്ലി സോസ്. ചില്ലി സോസ് ഇടുന്നുണ്ട്. അത് ഇപ്പം നമ്മൾ ഒരു ഇച്ചിരി എരിവ് കൂടുതലാണ് ഇതിന്. ചില്ലി സോസ് ഒഴിക്കുമ്പോൾ ഇത്തിരി പുളിയും ഇത്തിരി മധുരവും ഒരു ടേസ്റ്റും ഒക്കെ ഉണ്ടാവും. ഒരു കൊഴുപ്പും ഉണ്ടാവും കറിക്ക്. നമ്മുടെ പെപ്പർ ചിക്കൻ വേകാനായിട്ട് മൂടി വയ്ക്കാം. എത്ര നേരം മൂടി വയ്ക്കാം? 10 മിനിറ്റ് വേകണം. 10 മിനിറ്റ് വെന്ത് കഴിഞ്ഞിട്ട് ഒരു ശകലം വെള്ളം വരും. അപ്പോൾ ആ വെള്ളം പറ്റുന്നത് വരെ ആവിയിൽ വെന്തോളും. ഇടയ്ക്ക് നമ്മൾ ചിക്കൻ ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം വേകാൻ വേണ്ടിയിട്ട്. എല്ലാ കഷ്ണവും വേകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ പെപ്പർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ചിക്കൻ വെന്ത് ഇനി അതിലൊരു ചെറിയ ഇൻഗ്രീഡിയൻസും കൂടി നമ്മൾ ഇടണം. എന്താണത്? നമ്മൾ പൊടിച്ചു വെച്ചേക്കണ ഗരം മസാല ഇല്ലേ, ആ ഗരം മസാല കുറച്ച്. ഈ മസാലയുടെ പ്രത്യേകത ഞാൻ തന്നെ പൊടിക്കുന്ന മസാലയാണ്. എന്താണ് അതിൻ്റെ? ഇതിൽ കശുവനണ്ടിയുടെ പൊടി, പട്ട, കരയാമ്പ്, ഏലക്കായ്, തക്കോലം, ജാതിക്ക, ജാതിപത്രി എല്ലാം കൂടി ഒരുമിച്ച് മുളകും മല്ലിയും മഞ്ഞളും കൂടി കൂട്ടി പൊടിക്കുന്നതാണ്. അപ്പം നമ്മൾ ഇതിലിടുമ്പോൾ വേറെ മുളക് പൊടി, മഞ്ഞപ്പൊടിയൊന്നും ഇതിൽ ചേർക്കണ്ട. മസാല ചേർക്കണം. ഒരു പ്രത്യേക ടേസ്റ്റ്. അതിൻ്റെ മണം നന്നായിട്ട് അടിക്കുന്നുണ്ട്. എണ്ണ ഒഴിച്ചു കൊടുക്കും. വെളിച്ചെണ്ണ. ഇത്രയും സമയം നമ്മൾ 1 സ്പൂൺ വെളിച്ചെണ്ണ കൊണ്ടാണ് എല്ലാം ചെയ്തത് കേട്ടോ.
എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പരിപ്പെല്ലാം പിടിച്ചിട്ടുണ്ട് ചിക്കനിൽ. ഇപ്പം ഇത്രയൊക്കെ ചെയ്തില്ലേ, ഇനി ഇതിൻ്റെ മുകളിൽ ഒട്ടും കനമില്ലാതെ ഒരു തക്കാളി, അങ്ങോട്ട് 3 തക്കാളിയാണ് നമ്മൾ ഇതിന് കറിക്കെടുത്തത്. 2 തക്കാളി അരിഞ്ഞ് ചേർത്തിട്ടുള്ളൂ. 3 തക്കാളി ഇടണം. അപ്പോൾ ഇതിങ്ങനെ അരിഞ്ഞ് മുകളിലിട്ട അത് വെന്ത് പാകം എടുക്കുമ്പോൾ അത് തക്കാളി അതിലോട്ട് അലിഞ്ഞ് വരും. പക്ഷെ കാണാനൊരു ഭംഗിയുമാണ്. തക്കാളി ഇട്ട് കഴിയുമ്പോൾ ശകലം ഉപ്പ് കൂടി നമുക്ക് വേണമെങ്കിൽ ഇടാം. മസാല ഉപ്പിട്ട് പൊടിച്ചത് കൊണ്ട് നമുക്കിതിൽ പ്രത്യേകിച്ച് ഉപ്പ് വേണ്ട. പിന്നെ ചിക്കൻ ഉപ്പിട്ട് പുരട്ടി വെച്ചതാണ്. ചിക്കൻ ഉപ്പിട്ട് പുരട്ടി വെച്ചേക്കുമ്പോൾ നമ്മൾ ഇതിന് ഉപ്പ് വേണ്ട. ശരിക്കും മസാലയുടെയും ചിക്കൻ്റെ ഉപ്പ് മതി. അതാണ് ഞാൻ കൂടുതൽ ഉപ്പിടാറുണ്ട്. നമ്മുടെ പെപ്പർ ചിക്കൻ റെഡിയായി. ഉപ്പിട്ട് ശകലം വെളിച്ചെണ്ണ ഒഴിച്ചു. കറി റെഡിയായി. ഇനി കഴിക്കാം. ബ്രെഡോ പുട്ടോ വെള്ളയപ്പോ എന്ത് വേണമെങ്കിലും കൂട്ടി കഴിക്കാം. ബിരിയാണിക്കും കഴിക്കാം. ഇപ്പം നമ്മൾ ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ഇപ്പം ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ഇപ്പം ഗ്രേസി ചേച്ചി സ്പെഷ്യൽ പെപ്പർ ചിക്കനാണ്. നമ്മളത് ബ്രെഡും കൂട്ടിയാണ് കഴിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. നല്ല മണമുണ്ട്. മസാലക്കൂട്ടിൻ്റെ ആണെന്ന് തോന്നുന്നു. എങ്ങനെയുണ്ട്? കുരുമുളകും ചേച്ചി ഉണ്ടാക്കിയ മസാലയാണ് മുന്നിൽ നിൽക്കുന്നത്. നല്ല മണമുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. കൂടുതലും മസാലക്കൂട്ടാണ് ഇതിൽ മുന്നായിട്ട് നിൽക്കുന്നത്. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്യണം. എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കാവുന്നതാണ്. ഗ്രേസി ചേച്ചിയുടെ പുതിയ വിഭവമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.